ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ടൈം കിട്ട് എന്ന 2024 പുറത്തിറങ്ങിയ ഒരു കിടിലൻ മൂവിയാണ്. ഒരു പെൺകുട്ടിയാകട്ടെ അവളുടെ സഹോദരി കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുൻപുള്ള ദിവസത്തേക്ക് ടൈം ട്രാവൽ ചെയ്തു പോകുന്നു. അവളുടെ സഹോദരിയും കൂട്ടുകാരെയും കൊന്ന ആ സീരിയൽ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവൾ ശ്രമിക്കുകയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 2013 ഏപ്രിൽ 18 സമർ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പാർട്ടിയിലേക്ക് വരുന്നതാണ്. അവിടെ അവൾ തന്റെ ഫ്രണ്ട് ക്യുന്നിനെയും കാണുന്നു. കുറച്ചു കാലമായിട്ട് ക്യുന്നിന് സമറിനെ ഇഷ്ടമാണ്. അവൾക്ക് ഒരു ലവ് ലെറ്റർ കൊടുക്കാൻ നിൽക്കുമ്പോഴാകട്ടെ സമറിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഈതൻ അവിടേക്ക് വരുന്നു. ഇവരെല്ലാവരും തന്നെ സംസാരിക്കുന്നത് നഗരത്തിലുള്ള ഒരു സീരിയൽ കില്ലറിനെ കുറിച്ചായിരുന്നു. ഇവരുടെ 3 ഫ്രണ്ട്സിനെ ആ സീരിയൽ കില്ലർ കൊന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നഗരത്തിലെല്ലാം തന്നെ കനത്ത സുരക്ഷയാണ്. എന്നിട്ടും ആ വിഷമം മറക്കാൻ വേണ്ടിയാണ് ഇവർ പാർട്ടി വെച്ചിരിക്കുന്നത്. ഈതൻ അതിനിടെ തന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് സമർ തന്റെ കൂടെ ബ്രേക്കപ്പ് ആയത് എന്തിനാണെന്ന് പോലും തനിക്കറിയില്ല എന്ന്. പെട്ടെന്നൊരു ദിവസം അവളെല്ലാം അവസാനിപ്പിച്ചതാണെന്ന്. അതിനിടെ ഇവിടെ പാർട്ടി നടക്കുന്നത് അറിഞ്ഞിട്ട് പോലീസുകാർ അവിടേക്ക് വരുന്നു, ആ കുട്ടികളെല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ. കാരണം സീരിയൽ കില്ലറിന്റെ ത്രെഡ് ഇപ്പോഴും നഗരത്തിലുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ വാഷ്റൂമിൽ നിൽക്കുകയായിരുന്നു സമർ. പെട്ടെന്ന് അവിടേക്ക് ആ സീരിയൽ കില്ലർ വരികയും അവളെ കൊല്ലാൻ വേണ്ടി ഓടിക്കുകയും ചെയ്യുന്നു. അവൾ അടുത്തുണ്ടായിരുന്ന ഒരു ക്യാബിനിൽ പോയി ഒളിച്ചെങ്കിലും അവിടെ വെച്ച് അവളെ ആ സീരിയൽ കില്ലർ പിടിക്കുകയും ഓടിച്ചിട്ട് അവളെ കൊല്ലുകയും ചെയ്തു. കഥ പിന്നീട് കാണിക്കുന്നത് സമർ മരിച്ചിട്ട് 21 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. ഏപ്രിൽ 18, 2024 സമറിന്റെ സഹോദരിയായ ലൂസിയെ കാണിക്കുന്നു. സമർ മരിച്ചതിന് ശേഷമാണ് ലൂസി ജനിക്കുന്നത്. സമറിന്റെ വിയോഗം അവളുടെ പേരൻസിനെ വല്ലാതെ തളർത്തിയിരുന്നു. അത് കാരണം ലൂസിക്ക് വേണ്ടത്ര സ്നേഹമൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. ഫിസിക്സിലൊക്കെ ജീനിയസ് ആയിരുന്ന ലൂസിയാകട്ടെ ഇത്തവണ നാസയുടെ ഇന്റേൺഷിപ്പ് നേടിയെടുത്തിരുന്നു. ആ സന്തോഷ വിവരം അവൾ തന്റെ പ്രൊഫസറിനെ അറിയിക്കുന്നു. എന്നാൽ ഇപ്പോഴും അവൾ തന്റെ പേരൻസിനോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളെ ദൂരേക്ക് അയക്കുന്നതൊന്നും തന്നെ അവളുടെ പേരൻസിന് ഇഷ്ടമല്ലായിരുന്നു. സമർ പഠിച്ചിരുന്ന അതേ സ്കൂളിൽ തന്നെയായിരുന്നു ലൂസിയും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട ലൂസിയുടെ സഹോദരി സമറിന്റെയും കൂട്ടുകാരുടെയും ഫോട്ടോ അവിടെ തന്നെയുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ സീരിയൽ കില്ലറിനെ പിടിച്ചിട്ടില്ല എന്ന് അവിടെ പലരും സംസാരിക്കുന്നു. ലൂസിക്ക് തന്റെ സിസ്റ്ററിനെ പറ്റി കൂടുതലൊന്നും തന്നെ അറിയില്ല. അവൾ നേരിട്ട് പോലും കണ്ടിട്ടില്ലല്ലോ. അന്ന് സമറിന്റെ ഓർമ്മ ദിവസമായതുകൊണ്ട് അവൾ വീട്ടിലെത്തി സമറിന്റെ റൂമിലേക്ക് കയറുന്നു. അവൾ മരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ റൂം, ഇപ്പോഴും അത് അങ്ങനെ തന്നെ ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. ആ റൂമിലൂടെ നടക്കുന്ന വഴിക്ക് ഒരു ചെറിയ തടിക്കഷ്ണം ഇളവുകയും അവൾ അതിനുള്ളിൽ ഒരു രഹസ്യ അറ കാണുകയും അതിൽ നിന്ന് കുറച്ച് ലെറ്റേഴ്സ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഞാനിപ്പോൾ ഫ്രീ ആണ്, പക്ഷെ നീ ഒരിക്കലും ഫ്രീ ആകില്ല, അതാലോചിച്ചിട്ട് നിനക്ക് വിഷമം ഉണ്ടാകും. എന്നിട്ട് താഴെ ഈ എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ചിലപ്പം സമറിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ഈതനായിരിക്കാം ഈ ലെറ്റർ എഴുതിയതെന്ന് ലൂസി ചിന്തിക്കുന്നു. പെട്ടെന്ന് അവളുടെ അമ്മ അവിടേക്ക് വരുന്ന കാരണം അവൾ ആ ലെറ്റർ പോക്കറ്റിൽ വെച്ച ശേഷം താഴേക്ക് ചെല്ലുന്നു. പേരൻസിന്റെ കൂടെ സമറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആ റെസ്റ്റോറന്റിൽ പോയിരുന്ന അവർ ആഹാരം കഴിക്കുന്നു. അതിനിടയ്ക്ക് തനിക്ക് നാസയിൽ ഇന്റേൺഷിപ്പ് കിട്ടിയ കാര്യം ലൂസി പറഞ്ഞെങ്കിലും അവളുടെ പേരൻസ് ഒട്ടും തന്നെ ഹാപ്പി ആയിരുന്നില്ല. അവളുടെ അച്ഛൻ ജോലി ചെയ്യുന്ന സോണാർ എന്ന കമ്പനിയിലേക്ക് തന്നെ അവളെയും ജോലി ചെയ്യാൻ കൊണ്ടുപോകണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. അവർ അവിടെ നിന്ന് നേരെ പോകുന്നത് സമർ മരണപ്പെട്ട ആ സ്ഥലത്തേക്കാണ്. അവളുടെ ഓർമ്മ ദിവസം അവിടെ അവർ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. നീ നിന്റെ സഹോദരിക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് അവർ ലൂസിയോട് ചോദിക്കുന്നു. ലൂസി ആക്ച്വലി അങ്ങനെ ഒന്നും തന്നെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് സമറുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും തന്നെയില്ല. കാറിലിരിപ്പോണ്ട് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ വെറുതെ കാറിന്റെ അടുത്തേക്ക് പോകുന്നു. തന്റെ കഴുത്തിൽ കിടന്നൊരു മാല തന്നെ എടുത്തുകൊണ്ട് വെക്കാമെന്നാണ് അവൾ ചിന്തിക്കുന്നത്. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ചെറിയ കെട്ടിടത്തിൽ നിന്ന് എന്തോ ഒരു വെളിച്ചം കാണുന്നത്. ഒരു സൗണ്ടും കേട്ടു. അവൾ അവിടേക്ക് പോയി നോക്കുമ്പോഴാകട്ടെ 2 മെഷീൻസ് അവിടെ ഉണ്ടായിരുന്നു. അവൾ ആ മെഷീനിലെ സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തും അതിലൊരു ഡേറ്റ് എഴുതി കാണിക്കുന്നു. ഏപ്രിൽ 16, 2003. അതായത് സമർ മരിച്ചതിന് 2 ദിവസം മുൻപുള്ള ഡേറ്റ് ആയിരുന്നു അത്. പെട്ടെന്ന് 2 മെഷീനിൽ നിന്നും 2 രശ്മികൾ വരികയും അത് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അവിടെ വലിയൊരു പ്രകാശം ഉണ്ടാവുകയും ചെയ്തു. ഒരു നിമിഷം കൊണ്ട് ലൂസി നിന്നിടം ആകെ ചേഞ്ച് ആയി. അതായത് അവൾ ടൈം ട്രാവൽ ചെയ്ത് 2003 പോയിരിക്കുന്നു. അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല. പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് അവളുടെ അച്ഛനും അമ്മയും കാണാനില്ല. ചേച്ചി മരിച്ചതിന്റെ ഓർമ്മയ്ക്കായി വെച്ചിരുന്ന സാധനങ്ങളും കാണാനില്ല. അവൾ റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാരുടെ രൂപവും അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി താനിപ്പോൾ 2024 ഉള്ളതെന്ന്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബാനറിൽ 2003 എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൾക്ക് ശരിക്കും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല എന്തൊക്കെയായി നടക്കുന്നതെന്ന്. അവൾ താനും സമറും പഠിച്ചിരുന്ന അതേ സ്കൂളിലേക്ക് ചെല്ലുന്നു. അവിടെയുള്ള കുട്ടികളുടെ എല്ലാം 2003 സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് കണ്ടു കഴിഞ്ഞപ്പോൾ ലൂസി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അതിനിടയിലൂടെ അവൾ തന്റെ സഹോദരിയും കണ്ടു. സമറും അവളുടെ ഫ്രണ്ട്സും അവളുടെ തൊട്ടുമുന്നിലൂടെ കടന്നുപോയി. ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൾ കണ്ടിട്ടില്ലാത്ത അവളുടെ സഹോദരിയെ അവൾക്കൊന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അവൾ നേരെ തന്റെ പ്രൊഫസറിന്റെ അടുത്തേക്ക് പോകുന്നു. അയാളന്ന് ചെറുപ്പമാണ്. നിന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നീ എന്റെ സ്റ്റുഡന്റ് ആണോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആണെന്ന് തന്നെ അവൾ പറയുന്നത്. ഈ ടൈം ട്രാവൽ എന്ന് പറയുന്ന കാര്യം നടക്കുന്നതാണോ, അതിനെപ്പറ്റിയൊന്നും തനിക്ക് കൂടുതലായിട്ട് അറിയില്ല, അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഓരോ വിശ്വാസം ഉണ്ടെന്ന് അയാൾ പറയുന്നു. എന്നാൽ അയാളുടെ കൂടെ ലാബില് സമറിന്റെ കൂടെ അന്നുണ്ടായിരുന്ന ആ ഫ്രണ്ട് ക്യുന്നു ഉണ്ടായിരുന്നു. ക്യുന്നു പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അവനും ഫിസിക്സിൽ ഒരുപാട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ലൂസി ആകെ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാകട്ടെ സമറിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് ഈ ക്യുന്നിനെ പിടിച്ചുകൊണ്ട് വന്ന് വെള്ളത്തിലിടാൻ ശ്രമിക്കുകയാണ്. അതിൽ മെയിൻ ആള് ഈതനായിരുന്നു. ആരും തന്നെ അത് തടുക്കാനും നിന്നില്ല. എന്നാൽ ഇത്തവണ ലൂസി ചെന്ന് അതിനെ തടുക്കുകയും ഈതനെ
അടിച്ച് താഴെ ഇടുകയും ചെയ്യുന്നു. ക്യുന്നിനെ അവൾ രക്ഷിക്കുന്നു. തന്നെ രക്ഷിച്ചതിൽ ക്യുൻ അവളോട് താങ്ക്സ് പറയുന്നു. നിന്നെ ഞാൻ ഇവിടെയെങ്കിലും കണ്ടിട്ട് പോലുമില്ല. അവൾ ക്യുന്നിനോട് തന്റെ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. താൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്നും പറയുന്നു. ക്യുൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അവൾ തന്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് കാണിച്ചിട്ട് അതിന്റെ ഉപയോഗങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവന് വിശ്വാസമായി തുടങ്ങിയത്. അതിനിടയ്ക്ക് ക്യുന്നിനെ കാണാൻ അവിടേക്ക് സമർ വരുന്നുണ്ട്. അവളെ ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ക്യുന്നായിരുന്നു. അവൾ ലൂസിയോട് ചോദിക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. എന്തോ ഒരു കണക്ഷൻ പോലെ തോന്നുന്നു. താനും ഇതേ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇടയ്ക്കൊരു ട്രിപ്പിന് പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. സമർ അവിടുന്ന് പോയ ശേഷം ലൂസി ആകട്ടെ ക്യുന്നിനെയും കൊണ്ട് ആ മെഷീൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നിന്നും അവർ ആ മെഷീൻസ് ക്യുന്നിന്റെ ചെറിയൊരു ലാബിലേക്ക് കൊണ്ടുപോവുകയാണ്. ലൂസിക്ക് തിരിച്ച് തന്റെ ടൈം ലൈനിലേക്ക് പോകണം. എന്നാൽ ഈ മെഷീൻ ഇപ്പോൾ വർക്ക് ആകുന്നില്ല. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സോണാർ ഗ്യാസ് സിലിണ്ടേഴ്സ് ആയിരുന്നു. ഒരു തവണ യൂസ് ചെയ്തതോടുകൂടി അത് തീർന്നുപോയി. ഇനി പുതിയത് മാറ്റിവെച്ചെങ്കിൽ മാത്രമേ അവൾക്ക് തിരിച്ചു പോകാൻ സാധിക്കൂ. സോണാർ കമ്പനിയിൽ പോയിട്ട് ഇതൊക്കെ എടുക്കുക എന്ന് പറയുന്നത് റിസ്ക് ആണെന്ന് അവൻ പറയുന്നു. എന്നാൽ തന്റെയും സമറിന്റെയും അച്ഛൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എനിക്ക് സമറിന്റെ വീട്ടിലേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ നിന്നും അച്ഛന്റെ ID കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ കയറി ഇതുപോലൊരു ഗ്യാസ് സിലിണ്ടർ അടിച്ചു മാറ്റാൻ എന്തായാലും സാധിക്കും. അതേസമയം സമർ ആകട്ടെ തന്റെ ഫ്രണ്ട് എമി എടുത്ത് സംസാരിക്കാൻ പോകുന്നതും അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും കാണിക്കുന്നു. കുറെ കഴിയുമ്പോൾ ക്യുന്ന് ലൂസിയും കൊണ്ട് സമറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. സമർ ആവശ്യപ്പെട്ട നോട്ട്സ് അവൻ കൊടുക്കുന്നു. എന്നാൽ തനിക്ക് കെമിസ്ട്രി കൂടി പറഞ്ഞു തരണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. ലൂസിക്ക് അതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാമെന്നും ലൂസി നിന്നെ ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നുമാണ് ക്യുന്ന് പറയുന്നത്. ആരായാലും മതി എന്ന് പറഞ്ഞിട്ട് സമർ ലൂസിയും കൊണ്ട് വീട്ടിലേക്ക് കയറുന്നു. തന്റെ അച്ഛനെയും അമ്മയും ഇത്രയധികം സന്തോഷത്തില് ലൂസി ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുന്നു. സമറിന്റെ വിയോഗമാണ് അവരെ ഇത്രയധികം ദുഃഖത്തിലാഴ്ത്തിയെന്നുള്ള കാര്യം ലൂസിക്ക് മനസ്സിലായി. നീ നിന്റെ പേരൻസും ഒരുപാട് ഹാപ്പിയാണെന്നും എന്റെ ലൈഫിൽ ഞാൻ എന്റെ പേരൻസിന്റെ കൂടെ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ള കാര്യമൊക്കെ ലൂസി തുറന്നു പറയുന്നു. ലൂസിയുടെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് സമർ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇത്ര ബോറിംഗ് ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നതെന്ന്. എന്നിട്ട് അക്കാലത്ത് അവൾ ധരിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ലൂസിക്ക് അവൾ കൊടുക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ലൂസിയെ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നു 2003 രീതിക്കനുസരിച്ച്. അവിടെ സമറിന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ലൂസി ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ ഫ്രണ്ട് എമിയും മറ്റു കൂട്ടുകാരുമല്ലേ എന്ന്. എന്റെ ഫ്രണ്ട്സിനെയൊക്കെ നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ലൂസി അതിന് ഓരോരോ കള്ളത്തരങ്ങൾ പറയുകയാണ്. എന്റെ 2 ഫ്രണ്ട്സ് ഇന്ന് മാളിലേക്ക് പോയിരിക്കുകയാണ്. എന്നെയും വിളിച്ചതാണ്. പക്ഷെ എനിക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. പെട്ടെന്ന് ലൂസിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. സമറിന്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസമാണ് മാളിൽ വെച്ച് ആ സീരിയൽ കില്ലറിന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നത്. സമർ ആ ഫ്രണ്ട്സിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ മരണം എങ്ങനെയെങ്കിലും തടയണം. സമറിനോട് ബൈ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലൂസി മാളിലേക്ക് ചെല്ലുന്നു. സമറിന്റെ ആ 2 ഫ്രണ്ട്സും അവിടെ നിന്ന് ഷോപ്പ് ചെയ്യുകയായിരുന്നു. ആ സീരിയൽ കില്ലർ അവര് കാണാതെ അവിടെ തന്നെയുണ്ട്. എന്നാൽ ലൂസി അവരെ കണ്ടെത്തി രക്ഷിക്കുന്നതിന് മുൻപ് തന്നെ ആ സീരിയൽ കില്ലർ അവരെ ആക്രമിക്കുന്നു. ആ പെൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ലൂസി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് എക്സലേറ്ററിലൂടെ പോകുന്നതിന്റെ ഇടയ്ക്ക് ആ പെൺകുട്ടി കാല് വഴുതി വീഴുകയും ആ സീരിയൽ കില്ലർ അവളെ കൊല്ലുകയും ചെയ്യുന്നു. സമറിന്റെ ആ 2 ഫ്രണ്ട്സിന്റെ മരണം തടയാൻ ലൂസിക്ക് സാധ്യമായില്ല. പക്ഷെ അതിന്റെ കൂടെ അവിടേക്ക് വന്നൊരു ഗാർഡിനെ കൂടി ആ സീരിയൽ കില്ലർ കൊല്ലുകയാണ്. ഇതോടുകൂടി ലൂസി ആകെ ടെൻഷനിലായി. യഥാർത്ഥത്തിൽ ആ ടൈം ലൈനിൽ 2 മരണം മാത്രമേ നടന്നിട്ടുള്ളൂ. ഞാൻ ആ ടൈം ലൈൻ മാറ്റാൻ ശ്രമിച്ചതോടുകൂടി ഇപ്പോൾ ആ ഗാർഡ് കൂടി മരിച്ചിരിക്കുന്നു. താൻ കാരണമാണ് ഈ 3ാമത്തെ മരണം ഉണ്ടായിരിക്കുന്നത്. അവൾ ഈ കാര്യങ്ങളെല്ലാം ക്യുന്നിനോട് പറയുന്നു. ഇത് നിന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റല്ല. നീ അവരെ രക്ഷിക്കാനല്ലേ ശ്രമിച്ചത്. അതുകൊണ്ട് നീ ഒരുപാട് ടെൻഷൻ ആകണ്ടെന്നാണ് അവൻ പറയുന്നത്. ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഈ ടൈം ലൈനിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ആ സോണാർ ഗ്യാസ് സിലിണ്ടർ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണമെന്നും അവൾ പറയുന്നു. അവൾ അന്ന് ആരും കാണാതെ സമറിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എല്ലാരും ഉണരുന്നതിന് മുൻപ് തന്നെ അച്ഛന്റെ ID കാർഡ് എടുത്തുകൊണ്ട് അവൾ പോകാൻ തുടങ്ങുമ്പോൾ സമർ അവളെ കൈയോടെ പിടിക്കുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഇനി സമറിനോട് കള്ളം പറയാൻ അവൾക്ക് തോന്നുന്നില്ല. അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഞാൻ നിന്റെ സിസ്റ്റർ ആണ്. ഫ്യൂച്ചറിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ സമർ വിശ്വസിക്കുന്നില്ല. അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ലൂസി പറയുന്നു. 2024 ഞാൻ നിന്റെ റൂമിൽ കയറിയപ്പോൾ അവിടെ നിന്നും കിട്ടിയ ലെറ്റർ ആണിത്. ഇത് നിനക്ക് എഴുതിയത് ചിലപ്പോൾ നിന്റെ ബോയ് ഫ്രണ്ട് ഏതനാകാം. എന്നാൽ അങ്ങനെയൊരു ലെറ്റർ ഇതുവരെയും സമറിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ലൂസി പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ലൂസി തിരിച്ച് ക്യുന്നിന്റെ അടുത്തേക്ക് പോയിട്ട് ആ മെഷീൻ റെഡിയാക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നു. സമർ അന്ന് കോളേജിൽ പോയ സമയത്ത് അവൾക്ക് അവളുടെ ഷെൽഫിൽ നിന്നും ആ ലെറ്റർ കിട്ടുന്നു. ലൂസി ഭാവിയിൽ നിന്നും കൊണ്ടുവന്ന അതേ ലെറ്റർ തന്നെ. അത് കണ്ടതോടെ ലൂസി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. സമർ നേരെ ലൂസിയുടെയും ക്യുന്നിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. നീ പറഞ്ഞതല്ല എനിക്ക് വിശ്വാസമായി എന്ന് പറയുന്നു. ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണെങ്കിൽ എന്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നിനക്ക് പറയാൻ പറ്റുമെന്ന് അവളോട് ചോദിക്കുന്നു. എന്നാൽ സമർ മരിക്കാൻ പോകുന്ന കാര്യം ലൂസി തുറന്നു പറയുന്നില്ല. നീ നിന്റെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്നും നിന്റെ വിവാഹം കഴിഞ്ഞും എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് സമറിന് ആകെ ഒരു വല്ലായ്മ തോന്നി. ആ സീരിയൽ കില്ലറിനെ തടയാൻ ശ്രമിച്ച കാര്യങ്ങളും കൂടി ക്യുന്നാകട്ടെ അവളോട് പറയുന്നുണ്ട്. ഇനിയും മരണങ്ങൾ ഉണ്ടാകുമോ എന്ന് സമർ ചോദിക്കുമ്പോൾ ലൂസി പറയുന്നു
പറയുന്നുണ്ട് ഉണ്ടാകുമെന്ന്. ആരാ നെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നു എമിയാണെന്ന്. അങ്ങനെയെങ്കിൽ എമിയെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് സമർ പറയുന്നത്. അങ്ങനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ടൈം ലൈനിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയും പിന്നീട് അത് വലിയ പ്രോബ്ലത്തിലേക്ക് വരികയും ചെയ്യുമെന്ന് ലൂസി പറയുന്നു. എന്നാൽ എനിക്ക് അതൊന്നും അറിയണ്ട, എനിക്ക് എന്റെ ഫ്രണ്ട് എമിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് സമർ പറയുന്നത്. അങ്ങനെ അവർ 3 പേരും ചേർന്നിട്ട് അന്ന് രാത്രിയിൽ ആ സീരിയൽ കില്ലർ എമിയെ കൊല്ലുന്നത് തടയുകയും എമി അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. എമിയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ നേരത്ത് സമർ അവളെ കെട്ടിപ്പിടിക്കുകയും അവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നതും കാണിക്കുന്നു. എമിയെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് സമർ സ്ഥിരമായിട്ട് കയറാറുള്ള ആ റെസ്റ്റോറന്റിൽ ലൂസിയുടെ കൂടെ പോയി കയറുന്നു. സമറിനോട് ലൂസി ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ ലെറ്റർ തന്നത് ഏതനല്ല എമിയല്ലേ എന്ന്. അപ്പോൾ സമർ ആ കാര്യം തുറന്നു പറയുന്നു. എമിക്കും അവൾക്കുമിടയിൽ ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ആണുള്ളത്. എന്നാൽ ആ കാലഘട്ടത്തിൽ അതാരും തന്നെ വലിയ രീതിയിൽ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ 2024 അതെല്ലാം എല്ലാവരും അംഗീകരിക്കുകയും ലീഗലായിട്ട് മാരേജ് ചെയ്യാൻ പോലും പറ്റുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണെന്നുമാണ് ലൂസി പറയുന്നത്. ഇത് കേട്ടപ്പോൾ സമറിന് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെയെങ്കിൽ നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ഞാൻ ഭാവിയിൽ ഒരാളെ വിവാഹം കഴിച്ചുവെന്ന്. സമർ മരിച്ചത് കൊണ്ടാണ് അവൾ അങ്ങനെ കള്ളം പറഞ്ഞതെന്നുള്ള കാര്യം ഇപ്പോഴും ലൂസി തുറന്നു പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഭാവിയെ പറ്റി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ പറഞ്ഞതും ആ വെയിറ്റർ അവിടേക്ക് വരുന്നതോടുകൂടി ആ സംഭാഷണം ബ്രേക്ക് ആവുന്നു. അത് കാരണം പിന്നീട് സമർ ചോദിക്കുന്നത്, നീ എന്റെ അനിയത്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട് നീ പറഞ്ഞത്? എന്റെ അച്ഛനും അമ്മയും 10-20 വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് നിനക്ക് ജന്മം നൽകിയത്? അവർക്ക് ചിലപ്പോൾ ഒരു കുട്ടി കൂടി വേണമെന്ന് തോന്നിക്കാണും. അവര് IVF-ലൂടെയാണ് എനിക്ക് ജന്മം നൽകിയത്. അതൊക്കെ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് സമർ ചോദിക്കുന്നു. അപ്പോഴാണ് ലൂസിയും ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത്. സമർ മരിച്ചത് കൊണ്ട് മാത്രമാണ് അവളുടെ അച്ഛനും അമ്മയും ഒരു IVF മെത്തേഡിലൂടെ ലൂസിക്ക് ജന്മം നൽകിയത്. സമർ മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ലൂസിക്ക് ജന്മം കൊടുക്കില്ല. അന്ന് രാത്രി മുഴുവൻ അവൾ അതിനെപ്പറ്റിയായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. താൻ സമറിന്റെ മരണം തടയുകയാണെങ്കിൽ തന്റെ ജനനം പോലും നടക്കില്ല. അന്ന് രാത്രി മുഴുവൻ അവൾ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ച് കിടക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് സമറിന്റെ അച്ഛനും അമ്മയോടും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ സമറിനെ കൂടാതെ ഒരു കുട്ടിക്ക് കൂടി ജന്മം കൊടുക്കാഞ്ഞതെന്ന്? ഞങ്ങൾക്ക് സമറാണെല്ലാമെന്നും എല്ലാ സ്നേഹവും അവൾക്ക് മാത്രം കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അവർ പറയുന്നു. ഒരിക്കൽ പോലും ഞങ്ങൾ രണ്ടാമതൊരു കുട്ടിയെ പറ്റി ചിന്തിക്കില്ല. ഇതോടുകൂടി ലൂസിക്ക് ആ കാര്യം ഉറപ്പായി. സമർ നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് താൻ ജനിച്ചിരിക്കുന്നത്. അവൾ ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ട് ക്യുന്നിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ക്യുന്നാകട്ടെ സമറിന് വേണ്ടി കൊടുക്കാൻ എഴുതിയ ലവ് ലെറ്റർ അവൾ കാണുന്നുണ്ട്. ക്യുന്നിത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും സമർ റിജക്ട് ചെയ്യും. കാരണം അവൾ ഒരു ലെസ്ബിയൻ ആണ്. തന്റെ മനസ്സിലുള്ള ആ ആശങ്ക അവൾ ക്യുന്നിനോട് തുറന്നു പറയുന്നു. അടുത്തതായിട്ട് സമറാണ് മരിക്കാൻ പോകുന്നത്. സമറിന്റെ മരണം ഞാൻ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഈ ലോകത്തുണ്ടാകില്ല. നീ ഇങ്ങനെ സെൽഫിഷ് ആയിട്ട് ചിന്തിച്ച് അവളെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണോ എന്ന് ക്യുന്നു ചോദിക്കുന്നു. ഞാൻ അതിന് ഒരിക്കലും സമ്മതിക്കില്ല. അവൾ ആ ലെറ്റർ എടുത്ത് അവനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, നീ അവളെ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അതൊന്നുമല്ല ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ലെറ്റർ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവിടെ നിന്നും ദേഷിച്ചു പോകുന്നു. ലൂസി എല്ലാ സത്യങ്ങളും സമറിനോട് പോയി തുറന്നു പറയുകയാണ്. സമർ എല്ലാം കേട്ടിട്ട് ലൂസിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ജീവിച്ചിരുന്ന നീ ഇവിടെ ഉണ്ടാകില്ല. ലൂസി പറയുന്നു, അല്ലേലും എന്റെ ജീവിതം അത്ര നല്ലതൊന്നും തന്നെയല്ലായിരുന്നു. നീ പോയ ശേഷം അച്ഛനും അമ്മയും ഇത്ര ഹാപ്പി ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. ഇത്രയും കാലം എനിക്ക് നിന്നെ പറ്റി അറിയില്ലായിരുന്നു. നിന്നെ കൂടുതൽ അറിഞ്ഞ ശേഷം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് നിന്റെ കൂടെ ഇവിടെ താമസിക്കാൻ തോന്നുകയാണ്. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ലാന്ന് തോന്നുന്നു. നീ എന്തായാലും സേഫ് ആയിട്ടിരിക്കണമെന്നും ഇന്ന് ആ സീരിയൽ കില്ലറിൽ നിന്ന് രക്ഷപ്പെടണമെന്നും സമറിനോട് ലൂസി പറയുന്നു. എന്നിട്ട് താൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞിട്ട് ലൂസി ആ സോണാർ ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛന്റെ ID കാർഡ് മോഷ്ടിച്ചുകൊണ്ട് ആ കമ്പനിയിലേക്ക് കയറി ചെല്ലുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ക്യുന്നും അവളെ സഹായിക്കാൻ എത്തിയിരുന്നു. എന്നാൽ അവരെത്തുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ ഗാർഡിനെ ആരോ കൊന്നിട്ട് ഒരു സോണാർ ഗ്യാസ് സിലിണ്ടർ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോയിരുന്നു. അതിനർത്ഥം നമ്മളെ പോലെ തന്നെ ഫ്യൂച്ചറിൽ നിന്നും ആരോ വന്നിരിക്കുന്നു. അതേസമയം സമറാകട്ടെ താൻ മരിച്ചാലും വേണ്ടില്ല തന്റെ അനിയത്തെങ്കിലും ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് അവൾ മനഃപൂർവ്വം ആ പാർട്ടിയിലേക്ക് പോവുകയാണ്. സീരിയൽ കില്ലർ തന്നെ കൊല്ലാൻ വരികയാണെങ്കിൽ കൊന്നു എന്ന് പറഞ്ഞിട്ട് നിന്നു കൊടുക്കാമെന്നായിരുന്നു അവളുടെ ചിന്ത. എന്തായാലും മരിക്കാൻ പോവുക. അതിനു മുന്നേ എമിയുമായിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പ് എല്ലാവരും അറിയട്ടെ എന്ന് കരുതിയിട്ട് അവൾ പബ്ലിക്കായിട്ട് എമിയെ കിസ് ചെയ്യുന്നു. ഇവിടെ ക്യുന്നും ലൂസിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സോണാർ ഗ്യാസ് സിലിണ്ടർ ആരാണോ എടുക്കാൻ വന്നത് അതെന്തായാലും ആ മെഷീന്റെ ഉടമ തന്നെയായിരിക്കും. അവരെന്തായാലും അവിടെ ബാക്കിയിരുന്ന സോണാർ ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു വരുന്നു. അതേസമയം സമറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ സീരിയൽ കില്ലർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഓടി നേരത്തെ ആ മെഷീൻ ഇരുന്നിരുന്ന ആ ക്യാബിനിലേക്ക് കയറുന്നു. ആ സീരിയൽ കില്ലർ അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് പിറകെ തന്നെയുണ്ട്. മരിക്കാൻ തയ്യാറായി അവൾ നിൽക്കുകയായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് ലൂസിയും ക്യുന്നും വന്നിട്ട് അവളെ രക്ഷിക്കുന്നു. ആ സമയത്ത് ആ കില്ലറിന്റെ മുഖംമൂടി തകരുകയും കില്ലറിന്റെ മുഖം അവർ കാണുകയും ചെയ്യുന്നു. ശരിക്കും ഞെട്ടിപ്പോയി. അത് ഭാവിയിൽ നിന്ന് വന്ന ക്യുന്ന് തന്നെയായിരുന്നു. എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ക്യുന്നിന്റെ ആ ഫിസിക്സ് ലാബിലേക്ക് പോകുന്നു. ക്യുൻ ലൂസിയോടും സമറിനോടും പറയുന്നുണ്ട്, ഞാനൊരിക്കലും ഒരു സീരിയൽ കില്ലർ ആകില്ല എന്ന്. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാ നടന്നതെന്ന്. എന്താണെങ്കിലും എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് ലൂസി ആകട്ടെ ആ സോണാറ് മെഷീനിലേക്ക് ഘടിപ്പിക്കുന്നു. മെഷീൻ ഓൺ ആവുകയും ചെയ്തു. 2 രശ്മികളും വരാൻ തുടങ്ങി. പക്ഷേ കില്ലർ അപ്പോഴേക്കും ഫോളോ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ക്യുന്നിനോട് ആ കില്ലർ പറയുന്നുണ്ട്, ഞാൻ നിന്നെ തൽക്കാലം ഒന്നും ചെയ്യില്ല എന്ന്. പക്ഷെ അവളുമാർ 2 പേരെയും എനിക്ക് വേണം. പിന്നൊരു സീരിയൽ കില്ലർ ആകാൻ
കാരണം അന്ന് ഈദനും കൂട്ടുകാരും ക്യുനിനെ വെള്ളത്തിലേക്ക് കൊണ്ടിടാൻ പോയ സമയത്ത് അവർ വെള്ളത്തിൽ അവനെ ഇടുകയും അതിന്റെ പേരിൽ അവന് കോളേജിൽ ഒരുപാട് നാണക്കേടാവുകയും ചെയ്തു. മാനസികമായിട്ട് അതവനെ ഒരുപാട് തളർത്തി. അത് കാരണം അവന് പിന്നീട് മര്യാദയ്ക്ക് പഠിക്കാനോ ഒന്നും തന്നെ പറ്റിയില്ല. ആ ദേഷ്യം ഉള്ളിൽ കിടന്ന് വലുതായി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട ഒരു ടൈം മെഷീൻ കണ്ടുപിടിക്കുന്നു. തന്റെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയ ആ ആൾക്കാരെയെല്ലാം ടൈം ട്രാവൽ ചെയ്തു പോയി അവൻ കൊല്ലുകയായിരുന്നു. അതായത് ഭാവിയിൽ നിന്നും വന്ന ഇവൻ തന്നെയാണ് ലൂസിയെയും അവളുടെ കൂട്ടുകാരെയും എല്ലാം തന്നെ കൊന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ള ആ ചെറിയ ക്യുനിനാകട്ടെ അങ്ങനെ ഒരു ഇഷ്യൂസും തന്നെയില്ല. കാരണം അന്നവനെ വെള്ളത്തിൽ കൊണ്ടുപോയി ഇടാൻ നേരം ലൂസി പോയി രക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അവന് മാനസികമായിട്ടൊരു പ്രശ്നങ്ങളുമില്ല. അവനൊരു സീരിയൽ കില്ലർ ആവുകയുമില്ല. കൂടാതെ ക്യുന്ന ലവ് ലെറ്റർ ആകട്ടെ സമറിന് കൊടുത്തിട്ടുമുണ്ടായിരുന്നില്ല. മറിച്ച് ആ സീരിയൽ കില്ലറിന്റെ ടൈം ലൈനിലാകട്ടെ ക്യുന്ന ലെറ്റർ സമറിന് കൊടുക്കുകയും ചെയ്തു. അവൾ അത് റിജക്ട് ചെയ്യുകയും ചെയ്തു. അതിന്റെ ദേഷ്യവും അവന് സമറിനോടുണ്ട്. സമറിനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ലൂസി ആകട്ടെ ആ സീരിയൽ കില്ലറിനെ പിടിച്ചുകൊണ്ട് ടൈം മെഷീനിലേക്ക് ചാടുകയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ പോയി 2024 വീണിരിക്കുന്നത്. അവിടെ വെച്ച് ആ കില്ലർ അവളെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അവൾ എങ്ങനെയൊക്കെ രക്ഷപ്പെടുകയും ആ കില്ലറിനെ കൊന്ന ശേഷം അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ സോണാർ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചിട്ട് വീണ്ടും തിരിച്ച് പഴയ ടൈം ലൈനിലേക്ക് പോകുന്നു. അവിടെ അവളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ക്യുന്നിനെയും സമറിനെയും അവൾ കാണുന്നു. നീ എന്താ തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ടൈം ലൈനിലാണ് ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പോകുന്നതെന്നും നീ ഇല്ലാത്ത ആ ടൈം ലൈനിലേക്ക് എനിക്ക് തിരിച്ചു പോകണ്ടെന്നും അവൾ പറയുന്നു. അങ്ങനെ പിന്നീട് ലൂസിയും സമറും അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഒരുമിച്ച് താമസിക്കുന്നതാണ് കാണിക്കുന്നത്. അതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുന്നു. ഈ മൂവി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. പലരും ലൈക്ക് ചെയ്യാതെ വിട്ടുപോകുന്നുണ്ട്. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.